വിശുദ്ധ കുരിശിന്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെച്ച് ഈശോയുടെ പീഡകളും പീഡാസഹനവും കുരിശുമരണവും ഒക്കെ ധ്യാനിച്ച്, പ്രത്യേകിച്ചും കർത്താവിന്റെ സഹനങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഒരുങ്ങുന്ന ദിവസങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, നോയമ്പ് കാലഘട്ടം നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും തിരുസഭ പ്രത്യേകമായി ഒരുക്കി തന്നിട്ടുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ 1-ാം ദിവസം മുതൽ വിശുദ്ധ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെച്ച് വചനം ശ്രവിച്ച് നമ്മളെ തന്നെ ഒരുക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന ദൈവവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ്. 43, 44 ഇങ്ങനെ 2 വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് അല്പസമയം ധ്യാനിക്കുന്നത്. അച്ഛൻ ആദ്യം അതൊന്ന് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43, 44. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പ് കാലഘട്ടത്തിന്റെ ആദ്യ ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളിലൂടെ കർത്താവ് നമ്മളെ നയിക്കുകയാണ്. ഈ വചനത്തോട് ചേർന്ന് വെച്ചുകൊണ്ട് ഈ ദൈവവചന ഭാഗം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കാം എന്ന് സമയം നമ്മൾ ധ്യാനിക്കുകയാണ്. അത് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണം. എന്നാലേ ഇപ്പോൾ ശ്രമിച്ച വചനം നമുക്ക് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, 7up എന്ന് എല്ലാവരും കേട്ടിട്ടില്ലേ? 7up കേട്ടിട്ടുണ്ട്. എല്ലാവരും അത് കുടിച്ചിട്ടില്ലേ? കുറെ പേര് കുടിച്ചിട്ടുണ്ട്. ഇനി തംസപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. അതും കുടിക്കുന്നവരുണ്ട്, കുടിച്ചിട്ടുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ 7upനെ കുറിച്ചോ തംസപ്പിനെ കുറിച്ചല്ല, നേരെ മറിച്ച് ഗീവ് അപ്പ്, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് 9 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാണ്. ഈ നോയമ്പ് കാലഘട്ടത്തിന്റെ, ഇത് അച്ഛൻ ഇന്ന് പറയുന്നത് നോയമ്പ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ശ്രവിച്ച വചനഭാഗം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ 9 കാര്യങ്ങൾ ഗീവ് അപ്പ്, ഉപേക്ഷിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനിതര സാധാരണമായ വിധത്തിൽ നോയമ്പ് കാലഘട്ടം അനുഗ്രഹീതമായി തീരുന്നതും ആത്മീയ വളർച്ചയ്ക്ക് അത് കാരണമായി തീരുന്നതും. ഒന്നാമതായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, അതെങ്ങനെയാണ്? നമ്മൾ ആദ്യം അത് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ കൂടി ഇത് മനസ്സിലാകേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന്റെ ഹെഡിങ് മാത്രം അച്ഛൻ ഇംഗ്ലീഷിലും പറയും. അതിന്റെ കാരണം 1, ഗീവ് അപ്പ് ഗ്രംബിളിങ്. ഗീവ് അപ്പ് ഗ്രംബിളിങ് അതായത് പരാതി പറച്ചിൽ, പരിതാപനം പറച്ചിൽ. ഇത് നമ്മൾ ഉപേക്ഷിക്കണം. കാരണം എന്നിട്ടോ എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുന്നവരായിത്തീരുക. എല്ലാ കാര്യങ്ങളും നന്ദി പറയുക. പരാതി പറച്ചിൽ, ചില ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ആ വ്യക്തി പരാതിപ്പെട്ടി പോലെയാ ജീവിക്കുന്നതെന്ന്. നമ്മുടെ ഇവിടെ ബോക്സ് ഓഫീസ് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പോസ്റ്റ് ബോക്സ് ഉണ്ട്. ചിലർ ഈ പോസ്റ്റ് ബോക്സിന് പകരം ഗ്രംബ്ലിംഗ് ബോക്സ് ആയി തീരുക. പരാതിപ്പെട്ടികള്, തൊടുന്നതിന് മുഴുവൻ പരാതി പറയുന്നവര്. നമുക്കറിയാം, ഒരു വീട്ടിലുണ്ടായിരുന്നേ ഭാര്യ ഭർത്താവ്. ഭാര്യ രാവിലെ ഭർത്താവിന് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു മുട്ട പൊരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. ഒരു മുട്ട ഒരെണ്ണം ഓംലെറ്റ് ആക്കിയും ഒരെണ്ണം ബുൾസൈ ആയിട്ടും കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ ഭർത്താവ് ചോദിച്ചു, ഇതെന്നാ പണിയാ നീ കാണിച്ചേക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇതേ ഒരെണ്ണം നിങ്ങളല്ലേ പറഞ്ഞു ഒരെണ്ണം ബുൾസൈ ആക്കി തരണം, ഒരെണ്ണം ഫ്രൈ ആക്കി തരണം, ഓംലെറ്റ് ആക്കി തരണം, അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടായില്ല. ഓംലെറ്റ് ആക്കേണ്ടിയിരുന്നതിനെ നീ ബുൾസൈ ആക്കി, ബുൾസൈ ആക്കേണ്ടിയിരുന്നതിനെ ഓംലെറ്റ് ആക്കി. ഇങ്ങനെ തൊടുന്നതിനൊക്കെ കുറ്റം പറഞ്ഞു, പരാതി പറഞ്ഞു, ശരിയായില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പ് കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും എളിമയോടെ, ഞാനിത് മുഴുവൻ പെർഫെക്റ്റ് ആയിട്ടല്ല, എന്നാൽ എളിമയോടെ പറയാനുള്ള ഒരു കാര്യം, നമുക്ക് പരമാവധി ഒന്ന് പരിശ്രമിക്കാം.
പരാതി പറയാതിരിക്കാനായിട്ട്. നേരെ മറിച്ച് എല്ലാത്തിലും നന്ദി പറയാനായിട്ട് ഒന്ന് പരിശ്രമിച്ചു നോക്കാം. ഞാനും പരിശ്രമിക്കാം. കാരണം എന്താണെന്നോ, ഞാൻ ഇതിൽ ഒട്ടും തന്നെ പെർഫെക്റ്റ് അല്ല എന്ന് എനിക്കറിയാം. അപ്പൊ നമ്മളെല്ലാവരും കൂടെ കൂട്ടായി പരിശ്രമിച്ചാൽ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും. അപ്പൊ ഗീവ് അപ്പ് ഗ്രംബിളിംഗ്, അതിന് പകരം എപ്പോഴും നന്ദി പറയുന്നതായിരിക്കുക. ഇൻ എവറിത്തിങ് ഗീവ് താങ്ക്സ്. എല്ലാ കാര്യങ്ങളിലും നന്ദി പറയാനായിട്ട് ശ്രമിക്കാം. അത് ഈ 50 നോയമ്പത്ത് 50 ദിവസം, ഈ ദിവസങ്ങൾ മുഴുവൻ പ്രാക്ടീസ് ചെയ്താൽ അത്ഭുതാവഹമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മാത്രമല്ല, ഒന്ന് മനസ്സിലാക്കിയാൽ, ചിന്തിച്ചാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് നന്ദി പറയാനേ ഉള്ളൂ. മാതാപിതാക്കളോട്, സഹോദരി സഹോദരങ്ങളോട്, സഹപ്രവർത്തകരോട്, ജീവിത പങ്കാളിയോട്, എല്ലാവരോടും നന്ദി പറയേണ്ടവർ മാത്രമാണ് നമ്മൾ. അത്രമാത്രം കടമയുള്ളവരും കടപ്പാടുള്ളവരുമാണ്. അതുകൊണ്ട് ഈ നോയമ്പ് കാലഘട്ടത്തിൽ പരാതിപ്പെട്ടികളായി തീരാതിരിക്കാനും നന്ദി പറയുന്ന ഒരു സ്വഭാവം വളർത്താനും ശ്രമിക്കുക. അപ്പൊ ഒന്ന്, ഗീവ് അപ്പ് ഗ്രംബിളിംഗ്, പരാതി പറയാതിരിക്കുക. 2, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: ഗീവ് അപ്പ് അറ്റ്ലീസ്റ്റ് 10 to 15 minutes ഇൻ ബെഡ്. അതായത് ദിവസത്തില് ഇത്രയും നാൾ നമ്മൾ രാവിലെ എത്ര മണിക്കാണ് എഴുന്നേറ്റത്, അതിനു പകരം ഒരു 15 മിനിറ്റ് കൂടെ നേരത്തെ ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ ഒന്ന് എഴുന്നേൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടമാനം നേരമൊന്നും വെച്ചാൽ ആവശ്യപ്പെടുന്നില്ല, വെറും ഒരു 15 മിനിറ്റ് കൂടെ നേരത്തെ. എന്നിട്ടോ ആ സമയം, ഇതുവരെ ആ 15 മിനിറ്റ് ഉറങ്ങാൻ ഉപയോഗിച്ചത്, ആ സമയം ഇന്ന് തൊട്ട് നമുക്ക് ബൈബിൾ വായിക്കാനോ കൊന്ത ചൊല്ലാനോ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കോ ആയിട്ട് ഉപയോഗിക്കുക. ഈ ദിവസങ്ങൾ, ഈ നോയമ്പ് കാലഘട്ടത്തിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഗിവ് അപ്പ് അറ്റ്ലീസ്റ്റ് 15 minutes ഇൻ ബെഡ്. അതിന് പകരം ആ സമയം നമുക്ക് കൊന്ത ചൊല്ലുക, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരും ഈ നോയമ്പ് കാലഘട്ടം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്: ഗിവ് അപ്പ് ലുക്കിംഗ് അറ്റ് അതർ പീപ്പിൾസ് വേസ്റ്റ് പോയിന്റ്. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ മോശമായ കാര്യങ്ങളെ മാത്രം നോക്കിക്കാണുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഉപേക്ഷിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ കാര്യങ്ങൾ മാത്രം നോക്കിക്കാണുന്ന ഒരു സ്വഭാവം, അത് ഉപേക്ഷിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാരണം നമ്മൾക്ക് പലപ്പോഴും നമ്മൾ കാണും, ഇപ്പൊ ഏതെങ്കിലും ഒരാൾ ഒരു വീട് കയറി താമസത്തിന് ബ്ലെസ്സിംഗ് വിളിച്ചു കഴിയുമ്പം ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് എത്ര മനോഹരമായ വീട്, സൗകര്യമുള്ള വീടായാലും പറയും, എന്നാലും ഇതിനെന്തോ ഒരു കുറവുള്ള പോലെ വീട്ടിൽ കയറിയപ്പോ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പറയുന്നവരുണ്ട്. ചിലര് ഇപ്പൊ സഹോദരിമാരാണെങ്കിൽ ചിലപ്പോ ബാക്കിയുള്ളവരുടെ ഡ്രസ്സ്, ഏതെങ്കിലും തരത്തിലുള്ള ഡ്രസ്സ് നോക്കിയിട്ട്, ഇതിനെന്നാലും അത്ര നിറം പോരാ, കൊടുത്ത കാശിന്റെ അത്ര പോരാ. എല്ലാ തരത്തിലും എല്ലാത്തിലും കുറവ് കാണുന്ന, മോശമായ കാര്യങ്ങൾ മാത്രം കാണുന്ന, വിധി പറയുന്ന ഒരു സ്വഭാവം, അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഗിവ് അപ്പ് ലുക്കിംഗ് അറ്റ് അതർ പീപ്പിൾസ് വേസ്റ്റ് പോയിന്റ്സ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ മോശമായ കാര്യങ്ങൾ മാത്രം കാണുന്ന പ്രകൃതം ഉപേക്ഷിക്കുക. അതിന് പകരം എന്നാ ചെയ്യണ്ടേ? അവരിലെ നന്മയുടെ അംശങ്ങൾ, നീ നല്ലോണം വർത്താനം പറയാൻ അറിയുന്ന ആളാണല്ലോ, നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്തൊരു സ്നേഹത്തോടെ പെരുമാറുന്നത്, ഇങ്ങനെ നല്ല കാര്യങ്ങൾ നോക്കിയാൽ ഒത്തിരി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാല് പ്രിയപ്പെട്ടവരെ ഓർക്കുക. ഇപ്പൊ അത്ര നല്ല ഉദാഹരണം അല്ലെങ്കിൽ ഇപ്പൊ നന്നായി കുടിക്കുന്ന ഒരു ഭർത്താവിനോട് ഭാര്യ പറയുകയാണ്, നിങ്ങളിപ്പോ നോയമ്പ് തുടങ്ങിയ പിന്നെ ഒരു കുപ്പിയൊന്നും കുടിക്കുന്നില്ല, അരക്കുപ്പി വെച്ചല്ല ദിവസം കുടിക്കുന്നുള്ളൂ. അങ്ങനെ ഏത് കാര്യം പറഞ്ഞാലും മോശമായ പോയിന്റ്, വശങ്ങൾ എടുത്തു പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് അത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ ഇടയാക്കും. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: ഗിവ് അപ്പ് സ്പീക്കിംഗ് അൺകൈൻഡ്ലി വേർഡ്സ്. അതായത് ദയയില്ലാതെയുള്ള, സ്നേഹമില്ലാതെയുള്ള വർത്തമാനങ്ങൾ ഉപേക്ഷിക്കുക.
ചില ആളുകൾ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ഒറ്റ വെട്ടിന് 2 മുറി എന്ന വിധത്തിലാണ്. അത്ര കഠിനമായ വാക്ക്, പരുഷമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന പ്രകൃതം. പ്രിയപ്പെട്ടവരെ, ഇത് ഉപേക്ഷിച്ചില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. സൗഹൃദങ്ങളെല്ലാം വിട്ടുപോകും, പരസ്പര ബന്ധങ്ങളൊക്കെ തകർന്നു പോകും, സ്വന്തം ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും, മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കപ്പെടും, കുടുംബത്തിൽ ആകെ കലഹമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉപേക്ഷിക്കണം. ദയയില്ലാത്ത വാക്കുകളുടെ ഉപയോഗം അത് ഉപേക്ഷിക്കണം. അതിന് പകരം എന്നതാണ്, വളരെ ജനറസ് ആയിട്ട് സ്നേഹത്തോടെ സംസാരിക്കാനായിട്ട് പരിശീലിക്കുക. വളരെ ജനറസ് ആയിട്ടും സ്നേഹത്തോടു കൂടിയും മറ്റുള്ളവരെ ആയിരിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ടും സംസാരിക്കാനായിട്ട് പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ശീലിക്കേണ്ട, ജീവിതത്തിൽ പരിശീലിക്കേണ്ട ഒരു ഘടകമാണ്. എന്നാലാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മളൊക്കെ കർത്താവിന്റെ മക്കളാണെന്ന് പറയാനും അങ്ങനെ ആയിത്തീരുകയുള്ളൂ. അതുകൊണ്ട് ഗിവ് അപ്പ് സ്പീക്കിംഗ് അൺകൈൻഡ്ലി, ദയയില്ലാതെ ഉള്ള സംസാരങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചില ആൾക്കാരുണ്ട്, എത്ര ദേഷ്യപ്പെട്ടാലും, ഉള്ളിൽ എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പൊതുസമൂഹത്തിൽ വെച്ച് ഒരിക്കലും ഒരാളെയും താറടിക്കുന്ന വിധത്തില്, അപമാനിക്കുന്ന വിധത്തിൽ സംസാരിക്കില്ല, എത്ര പ്രകോപിതനായി തീർന്നാലും. അത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയാണിത്. മറ്റുള്ളവരെ സമൂഹത്തിൽ വെച്ചോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചോ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന വിധത്തിലും ദയയില്ലാത്ത വിധത്തിലും അർത്ഥമുറിച്ച് സംസാരിക്കുന്ന പ്രകൃതം, അത് ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് പരിശ്രമിക്കണം. തീർച്ചയായിട്ടും വിശ്വസിച്ചോ, പരിശ്രമിച്ചാല് കർത്താവ് അതിനുള്ള പ്രതിഫലം തരും, നമുക്കത് സാധ്യമായി തീരും. അടുത്ത് നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഗിവ് അപ്പ് അവർ ഹേറ്റഡ് ഓഫ് എനിവൺ ഓർ എനിത്തിങ്. അതായത് മറ്റുള്ളവരെയോ മറ്റെന്തിനെങ്കിലോ വെറുക്കുന്ന സ്വഭാവം, വെറുപ്പ് ഉണ്ടാക്കുന്ന വെറുക്കുന്ന സ്വഭാവം, അത് മാറ്റിക്കളയുക. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നമുക്കറിയാം, പല വീടുകളിലും ഭാര്യയ്ക്ക് ഭർത്താവിനെ അങ്ങേയറ്റം വെറുപ്പാണുള്ളത്. ഒരിക്കലും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കുറെ വർഷം മുന്നേ സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു 72 വയസ്സുള്ള ഒരു അപ്പാപ്പൻ വന്നായിരുന്നേ, സംസാരിച്ച് പ്രാർത്ഥിക്കാമെന്നാ. 72 വയസ്സുണ്ട്. വന്ന് മുന്നിലിരുന്ന് വർത്താനം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ മനുഷ്യൻ പറഞ്ഞത് ഭയങ്കര സങ്കടത്തോടെ തലയെ കൈവച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, എന്റെ ജീവിതത്തില് എനിക്ക് ഭയങ്കര വലിയൊരു തെറ്റ് പറ്റിയച്ചാന്ന് പറഞ്ഞു. ഞാനോർത്ത്, ഇത്രയും പ്രായമായില്ലേ, കുമ്പസാരിച്ച് എന്തെങ്കിലും മാരക പാപം ചെയ്തതായിരിക്കും, അത് ഏറ്റുപറഞ്ഞ് പാപമോചനത്തിന് വന്നതായിരിക്കും, 72 വയസ്സായില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, സാരമില്ല അപ്പാപ്പ, എത്ര വലിയ തെറ്റായാലും ദൈവം ക്ഷമിച്ചോളും, ഈശോ ക്ഷമിച്ചോളും, കുമ്പസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അപ്പാപ്പ എന്നതാ പറ്റിയ തെറ്റ്? അന്നേരം പറഞ്ഞു, അത് ചെറുപ്പത്തിലേ സംഭവിച്ചതാച്ചാ. സാരമില്ല, നമ്മുടെ ചെറുപ്പത്തിലെ എന്തോരം ആൾക്കാർക്ക് എത്ര വീഴ്ച വരുന്നു, അത് സാരമൊന്നുമില്ല, ഇപ്പോഴെങ്കിലും അത് തിരുത്താൻ തോന്നിയല്ലോ. അന്നേരം പറഞ്ഞു, ഇല്ലച്ചാ, അത് തിരുത്താനൊന്നും സാധിക്കില്ല. അതെന്നതാ? ഞാൻ പറഞ്ഞു, ഇല്ല, കർത്താവിന്റെ മുമ്പിൽ തിരുത്താൻ പറ്റാത്ത ഒന്നുമില്ല, പറഞ്ഞോളാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, അച്ഛാ, എനിക്ക് പറ്റിയതാ. ഞാൻ ഒരുവളെ വിവാഹം കഴിച്ചു. അവളെ അല്ലായിരുന്നു വെച്ചാ ഞാൻ കഴിക്കേണ്ടിയിരുന്നത്, ഞാൻ കെട്ടേണ്ടിയിരുന്നത് അവളെ അല്ലായിരുന്നു. അപ്പൊ അന്നേരം ഞാൻ ഓർത്തു, ഈ ഏതെങ്കിലും 2ാം കല്യാണമൊക്കെ ആയിരിക്കുന്നത്. എന്നാ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു, 26ാം വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. 1 മാസം കഴിഞ്ഞ അന്ന് തൊട്ട് ഈ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി, ഇവളായിരുന്നില്ല എന്റെ ഭാര്യ ആകേണ്ടിയിരുന്നത്, ഇവളെ ആയിരുന്നില്ല ഞാൻ കെട്ടേണ്ടിയിരുന്നത്. എത്ര വയസ്സായി? ഇപ്പൊ 72 വയസ്സായി. ഇത്രയും വർഷം ഇത് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു, ഇത് തന്നെ മനസ്സിൽ വെച്ച് വിഷമത്തോടെ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വെറുക്കുന്ന സ്വഭാവങ്ങൾ
ഉള്ളിൽ നിന്നും ഉപേക്ഷിക്കുക. വെറുക്കുന്ന സ്വഭാവം, അത് ജീവിത പങ്കാളിയാണെങ്കിലും മക്കളെയാണെങ്കിലും സഹോദരങ്ങളെ ആണെങ്കിലും ഉള്ളില് വെറുപ്പുണ്ടാക്കി വെറുപ്പും വെച്ചോണ്ട് നടക്കുന്ന സ്വഭാവത്തെ ഉപേക്ഷിക്കണം. എന്നാൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ 50 നോയമ്പ് കാലഘട്ടത്തില് വചനത്തിൽ പറയുന്ന പോലെ അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരുന്നത്. വെറുക്കുന്ന സ്വഭാവം, ഉള്ളിൽ മുഴുവൻ വെറുപ്പ്, അരിശം, വൈരാഗ്യം, ഇഷ്ടമില്ലായ്മ, ഇത് വെച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവത്തെ, ശീലത്തെ മാറ്റിക്കളയണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? മാറ്റിക്കളഞ്ഞാൽ മാത്രം പോരാ. എന്നിട്ട് സ്നേഹിക്കാനായിട്ട്, അവർ ആയിരിക്കുന്ന വിധത്തിൽ സ്നേഹിക്കാനായിട്ട് ശീലിക്കണം. കാരണം പരിശ്രമത്തിലൂടെ, ശീലത്തിലൂടെ ഇത് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആയിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ ശീലിക്കണം. അതാണ് വെറുപ്പ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പരിശ്രമിച്ച് അയാളുടെ ശരീരത്തിൽ നിന്ന് പിശാച് വിട്ടുപോയി കഴിഞ്ഞിട്ട് വീണ്ടും കുറെ നാൾ കഴിഞ്ഞപ്പോ ആ പിശാച് വന്നു നോക്കിയപ്പോ ഉണ്ട് വീട് മുഴുവൻ അടിച്ച് ഒരുക്കി ക്ലീൻ ആയിട്ടിട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ മനസ്സ്, നമ്മുടെ ഹൃദയം വളരെ ക്ലീൻ ആയിട്ട് കിടക്കുന്നു. ഒരു തിന്മയില്ല, ഒരു പിശാചും ഇല്ല. അപ്പോൾ ആ പിശാച് പോയിട്ട് തന്നേക്കാൾ ക്രൂരരായ മറ്റേഴ് പിശാചുക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇയാളുടെ ഉള്ളിൽ വാസം ഉറപ്പിച്ചു. എന്നിട്ട് വചനം പറയുന്നത് ഇങ്ങനെയാണ്: അയാളുടെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ദയനീയമായി തീർന്നു. എന്താ സംഭവിച്ചത്? കാരണം അടിച്ച് ഒരുക്കി ക്ലീൻ ചെയ്തിട്ടു, അതില് നല്ല വിത്ത് പാകിയില്ല. സ്നേഹത്തിന്റെ, പ്രാർത്ഥനയുടെ, കരുണയുടെ, കാരുണ്യത്തിന്റെ വിത്തുകൾ പാകിയില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വചനത്തിൽ മനസ്സിലാക്കുന്നതും അതാണ്. വെറുപ്പ് ഉപേക്ഷിക്കുക. എന്നിട്ട് ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, സ്നേഹത്തെ വളർത്തണം. വെറുപ്പ് ഉപേക്ഷിച്ചിട്ട് അങ്ങനെ വെട്ടി ഒരുക്കിയ സ്ഥലത്ത് സ്നേഹത്തെ വളർത്തണം. എന്നാലാണ് തിന്മ നമ്മുടെ ജീവിതത്തെ തൊടാതിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അടുത്തത്, ആറാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: ഗിവ് അപ്പ് അവർ വറീസ് ആൻഡ് ആങ്സൈറ്റീസ്. നമ്മുടെ ജീവിതത്തിലെ ഉത്കണ്ഠകള്, പല കാര്യങ്ങളെ കുറിച്ച് ഒത്തിരിയേറെ ഉത്കണ്ഠയുള്ളവരാണ് നമ്മൾ എല്ലാവരും തന്നെ. പല കാര്യങ്ങളെക്കുറിച്ചും ഒത്തിരിയേറെ ഉത്കണ്ഠയുള്ളവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അതുകൊണ്ട് വചനത്തില് ഇന്ന് നമ്മൾ ഈ 50 നോയമ്പ് സമയത്ത് തീർച്ചയായിട്ടും ഗിവ് അപ്പ് അവർ വറീസ് ആൻഡ് ആങ്സൈറ്റീസ്, എല്ലാ തരത്തിലുള്ള ഉത്കണ്ഠകളെയും കളയാനായിട്ട് ശ്രദ്ധിക്കണം. അതെങ്ങനെയാ സാധിക്കുന്നത്? നമുക്കറിയാം, ജോലിയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, പല തരത്തിലുള്ള ഉത്കണ്ഠ, ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ച് ഒക്കെ ഉത്കണ്ഠയുള്ളവർ ധാരാളം ആളുകളുണ്ട്. വചനം പറയുന്നത് ഇത് ഇങ്ങനെയാണ്: നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ തലയിലെ ഒരു മുടിയെങ്കിലും കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് നാളത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ ഗിവ് അപ്പ് വറീസ് ആൻഡ് ആങ്സൈറ്റീസ്. അതിന് പകരം എന്നതാ? കർത്താവ് എന്നെ നോക്കിക്കോളും, കർത്താവ് എന്നെ സംരക്ഷിക്കും, ഈശോ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും വരില്ല. ഇത് വിശ്വസിച്ചുകൊണ്ട് മുന്നേറിയാല് പ്രിയപ്പെട്ടവരെ ഓർക്കുക, തീർച്ചയായിട്ടും ഈ 50 നോയമ്പ് കാലഘട്ടം അനുഗ്രഹത്തിന്റെ, വലിയ ദൈവാനുഭവത്തിന്റെ കാലഘട്ടമായി തീരും. അടുത്തതായിട്ട് ഉപേക്ഷിക്കേണ്ട 7ാമത്തെ ഘടകം ഇങ്ങനെയാണ്: ഗിവ് അപ്പ് TV അറ്റ്ലീസ്റ്റ് 1 ഈവനിങ് ഇൻ എ വീക്ക്. അതായത് അത് മലയാളികളായ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുമ്പം അത് വളരെ കുറഞ്ഞു പോയെന്ന് എനിക്കറിയാം. ഏറ്റവും കുറഞ്ഞത് വൈകുന്നേരങ്ങളിൽ ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും, ഒരു ദിവസം എന്നുള്ളത് 2 ദിവസമെങ്കിലും വൈകുന്നേരങ്ങളിലെ TV കാണൽ ഉപേക്ഷിക്കുക. TV എന്ത് പരിപാടിയാകട്ടെ, നമ്മളെ കരയിപ്പിച്ച് കൊല്ലുന്ന സീരിയലുകളായിരിക്കും, എന്നാൽ പോലും അതുപോലും വേണ്ടെന്ന് വെക്കുക. ഗിവ് അപ്പ് TV അറ്റ്ലീസ്റ്റ്, ഞാൻ 1 പകരം
2 ഈവനിങ്. ഞാൻ ഇവിടെ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയോട് ഞാൻ പറഞ്ഞപ്പം 1 ഈവനിങ് എന്നാ പറഞ്ഞ. 2 ഈവനിങ് എന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ അവർ എന്നോട് ദേഷ്യപ്പെടും. പേടിയായിരുന്നു. പ്രിയപ്പെട്ടവർ ഓർക്കുക, കുറഞ്ഞ പക്ഷം 2 വൈകുന്നേരങ്ങളെങ്കിലും ഒരാഴ്ചയിൽ TV കാണൽ വേണ്ടെന്ന് വെക്കുക. എന്നിട്ടോ ആ സമയം ഒന്നെങ്കിൽ കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക, അതല്ലെങ്കിലോ ഏതെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ആരും സംസാരിക്കാനില്ലാതെ ആരും സ്നേഹിക്കാനില്ലാതെ കഴിയുന്ന നേഴ്സിംഗ് ഹോമുകളാകാം, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വയസ്സായവരാകാം, ഒന്ന് സന്ദർശിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുക. ഈ 50 ദിവസം ഇത് ശീലിച്ചാല്, ഈ TV കാണലിന്റെ ആ ശീലം ഒന്ന് കുറച്ചാല്, പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പം എനിക്കിത് ആത്മധൈര്യത്തോടെ പറയാനായിട്ട് സാധിക്കും. കാരണം ഞാൻ ആഴ്ചയിൽ 50 നോയമ്പ് കാലഘട്ടത്തിൽ ആഴ്ചയിൽ 2 ദിവസം TV കാണുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ വന്നേ പിന്നെ ഞാൻ ഒറ്റ ദിവസം TV കാണുന്നില്ല, 1 മണിക്കൂർ പോലും ഒരിക്കലും TV കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ പറയാം, ആഴ്ചയിൽ 2 വൈകുന്നേരങ്ങളിലെങ്കിലും TV കാണൽ വേണ്ടെന്ന് വെക്കണമെന്ന്. ഇനി പ്രിയപ്പെട്ടവര്, 8ാമതായിട്ട് നമ്മൾ ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ ഉപേക്ഷിക്കേണ്ടത് ഗീവ് അപ്പ് ബൈയിങ് എനിത്തിങ് ആൻഡ് എവരിത്തിങ്. അതായത് കാശുണ്ട്, ശമ്പളമുണ്ട് എന്നും പറഞ്ഞ് തോന്നുന്നത് മുഴുവൻ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവം വേണ്ടെന്ന് വെച്ചിട്ട് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും മാത്രം വാങ്ങുന്ന ഒരു പ്രകൃതം വളർത്തുക. ഈ 50 ദിവസം അത് ശീലിച്ചാൽ നമുക്ക് ഒത്തിരി പണം അത് സേവ് ചെയ്യാനും അത് ദൈവികമായ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. രോഗികളെ ശുശ്രൂഷിക്കാം, ആരും ഒന്നുമില്ലാത്തവർക്ക് കൊടുക്കാം, ദൈവ ശുശ്രൂഷകൾക്ക് നൽകാൻ പറ്റും. ഇനി 9ാമത്തെ ഇതാണ് ഗീവ് അപ്പ് ജഡ്ജിങ് ബൈ അപ്പിയറൻസ്. അതായത് മറ്റുള്ളവരെ നമ്മൾ കാണുമ്പം എങ്ങനെ അവരിയ്ക്കുന്നോ, അല്ലെങ്കിൽ അവരുടെ വാക്ക് കേൾക്കുമ്പോൾ എങ്ങനെയോ അത് കണ്ടിട്ട് മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക. ചിലപ്പം ഇങ്ങനെ തടിച്ച് കൊഴുത്ത ഒരാൾ പോകുമ്പം നമ്മൾ പറയും, ഓ കണ്ടില്ലേ, കാണുന്നതും കിട്ടുന്നതും ഒക്കെ ആർക്കും കൊടുക്കാതെ തിന്ന് കൊഴുത്ത് നടക്കുകയാണ്, പാവത്തിന് അസുഖം വന്നിട്ടായിരിക്കും ഇത്ര തടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗീവ് അപ്പ് ജഡ്ജിങ് ബൈ അപ്പിയറൻസസ്. പൊതുവായിട്ട് കാണുന്ന വിധത്തിൽ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. അതിന് പകരം സത്യാവസ്ഥ എന്തെന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കുക. ഇങ്ങനെ 9 തരത്തിലുള്ള ഉപേക്ഷകൾ ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ ഒന്ന് ശീലിക്കാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നമുക്കെല്ലാവർക്കും ശീലിക്കാം. കർത്താവ് 50 ദിവസം വലിയ ദൈവാനുഗ്രഹം തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൈകൾ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാവരും കൈകൾ തുറന്നു പിടിക്കുക, യാചനാ രൂപത്തിൽ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ അനന്തമായ കൃപ, അനുഗ്രഹം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിത്തീരുകയാക്കണമേ. കൈകൾ കൂപ്പ നമുക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തിരുവചനത്തിന്റെ ശക്തിയാൽ, ഉദാശകളുടെ ശക്തിയാൽ, പരിശുദ്ധാത്മാഭിഷേകത്താൽ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പൗരോഹിത്യവരങ്ങളാലെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, വിദ്യാർത്ഥിനികളെയും യുവതിയുവാക്കളെയും കൊച്ചുകുട്ടികളെയും ഗർഭസ്ഥ ശിശുക്കളെയും എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.